വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പഴനിക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഉണ്ട്, പിന്നെ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ ഇങ്ങനെ പുറകെ വരും. ഇപ്പോൾ നമുക്ക് അവരെ കാണാൻ പോകാം. അതെ, ഇത്രയും ലഗേജ് ഒക്കെ ഇട്ട് പഴനിക്കന്നെയാണ് പോണേ. ഞങ്ങൾ പഴനിക്കന്നെയാണ് പോയി. ടൂറിന് പോണ പോലെ വേറെ എവിടെയോ പോണേ. എനിക്ക് മഞ്ഞുമൽ ബോയ് ഞാൻ വീഡിയോ എടുക്കുന്ന ഞാൻ വീഡിയോഗ്രാഫറാ. പണിയെടുക്കൂല വീഡിയോഗ്രാഫറാ. നമ്മളല്ലേ നമ്മളൊക്കെ കാണാൻ നിർത്തിക്കളഞ്ഞ പുള്ളി. ഒരു 11 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കും നമ്മളൊരു ഹോട്ടലിൽ വണ്ടി നിർത്തി. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ ആളാ ഇപ്പൊ ഇരിക്കണ്ട. എനിക്കൊന്നും വേണ്ടാന്ന് എനിക്കൊന്നും വേണ്ടാന്ന്. എട്ട് മധുരം കുഴപ്പമില്ല. അടുത്തത് എന്തോ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. എന്തോ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അതെ, കൈ നനയ്ക്കാൻ വയ്യാർക്കും. അച്ഛനോട് നീങ്ങിയിരിക്കും. ഇല്ല, ഞാൻ വീഡിയോ എടുക്കൂല, കട്ടുകളാ.
അപ്പോൾ അതേ നമ്മളവിടെ എത്തി. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ കൂടെ കാർ അപ്പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാർക്കിംഗ് ഇവിടെ ഇട്ടിട്ട് ഇവിടുന്ന് നടന്ന് വേണം നമ്മൾ റൂം അന്വേഷിക്കാൻ പോകാൻ. അപ്പോൾ ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ അപ്പുറത്തെ വഴിയായിട്ട് പോകും. വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ കയറിപ്പോന്നു. കാരണം ഫോൺ ഇപ്രാവശ്യം മുകളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യണ്ട ഇങ്ങനെ സ്ഥലത്ത് കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കൊടുക്കുകയത്. ഫോണൊന്നും കയറ്റല്ല ഇപ്പോൾ പഴനിയിലേക്ക് പഴയ കൂട്ട് ആൾക്കാർ കയറ്റുണ്ട്. പിന്നെ നമ്മൾ തപ്പി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. പിന്നെ 10,000 പേരാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുത്തില്ല, ഇവിടെ വെച്ചുകൊണ്ട് പോയത്. അപ്പോൾ വിഷ്ണുവേട്ടൻ പറഞ്ഞല്ലോ നമുക്ക് ഫോൺ മേളിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ ഹോട്ടൽ നമുക്ക് റൂം കിട്ടിയത് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെയായിട്ട് കിട്ടി. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മൾ കുറേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കേശുവിന് തോക്കൊക്കെ മേടിച്ചു കൊടുത്തു, ഒരു റിമോട്ട് കാറൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ അതേ നൈറ്റ് വ്യൂ ഇതാണ്. അപ്പോൾ ഞാൻ മുകളിൽ ചെന്നിട്ട് നൈറ്റ് വ്യൂ ഒക്കെ എടുക്കണമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഫോൺ കയറ്റാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പൊറോട്ട ചെറിയ പൊറോട്ട കൊടുത്താ ഞാൻ പറഞ്ഞില്ലേ కొంచెం കുറുമ അങ്ങനെ ഉറക്കമൊക്കെ സുഖമായിരുന്നു. അവിടെ മഴയൊന്നുമില്ല, കാലാവസ്ഥയൊക്കെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ മേടിക്കാൻ ലച്ചും വിഷ്ണുവേട്ടനും കൂടെ താഴെ വന്നു. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ചായ മേടിച്ചു. അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ രാവിലത്തെ ഫുഡും കഴിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ ഇല്ലിയമ്പലം കാണാം. നമ്മൾ ഇത്ര അടുത്ത് തന്നെയാണ് എടുത്തത്, അതുകൊണ്ട് ഒരുപാട് നടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെവിടെ പോവാ? ചായ കുടിക്കണ്ടേ? വിശന്നിട്ട് വയ്യ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് റെഡിയായി വന്നു. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റൂം വെക്കേറ്റ് ചെയ്യും. 10 മണിക്ക് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടായ ഡ്രൈവർ ഏട്ടൻ അഖിൽ എന്നാണ് പേര്. നമ്മുടെ തിരുവാലൂരിൽ നിന്ന് തന്നെ വന്ന ചേട്ടനാണ്. പുള്ളി അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലീനെ പോലെ നോക്കുകയും നമ്മുടെ ഫാമിലിയുടെ കൂടെ അങ്ങനെ ഒത്തുപോകാൻ പറ്റിയൊരു ചേട്ടനായിരുന്നു. എല്ലാ കാര്യത്തിനുമാണെങ്കിലും നല്ല കമ്പനി മൈൻഡ്. നമ്മളപ്പോൾ റിട്ടേൺ പോകുന്നു, എല്ലാവരും വണ്ടിയിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ. തിരിച്ചങ്ങനെ പോകുന്നു. എന്നിട്ട് പോർച്ചനെ പിടിച്ചോളൂ. സിന്ദൂരോ അങ്ങനെ നല്ല പേര് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പൊള്ളാച്ചിയിലേക്ക് അടുക്കാറായപ്പോഴത്തേക്കും പനങ്കരിക്ക് കണ്ടു. അങ്ങനെ വണ്ടി നിർത്തി. അപ്പോൾ ആ ചേട്ടൻ പനയോല കൊണ്ട് കുമ്പിള് കെട്ടി തരുവാണ്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലാണ് നമ്മൾ കുടിക്കാൻ പോണത്. എല്ലാവരുടെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കാണ്. നല്ല രസമുണ്ട്.
കേശുവിന് ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ദേ ഞാനൊക്കെ കുടിക്കണപ്പോഴത്തേക്കും കേശു കുടിച്ച്. എക്സ്പ്രഷൻ നോക്കൂ, അച്ചായിയുടെ എക്സ്പ്രഷൻ നോക്കൂ ഗൈസ്. അപ്പൊ നമ്മളിത് കുറച്ച് മേടിച്ചിട്ടുണ്ട് പോയിട്ട് കഴിക്കാൻ വേണ്ടിട്ട്. ചിരി നോക്കൂ ഗൈസ്. അപ്പൊ വെൽക്കം ടു കേരള. നമ്മൾ പാലക്കാട് എത്തി. അപ്പോൾ അതേ പാലക്കാട് എത്തിയപ്പോൾ തന്നെ ലോട്ടറി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലോട്ടറിയൊക്കെ എടുത്തു. പക്ഷെ ഒരെണ്ണം പോലും അടിച്ചില്ല ഗൈസ്. ഒരു ലോട്ടറി പോലും നമുക്ക് അടിച്ചില്ല. എല്ലാം അടുത്ത് കൂടി പോയി. അപ്പം നമ്മളിതേ വീട്ടിലേക്ക് എത്തിയതേ. അത് കഴിഞ്ഞിട്ട് അമ്മയച്ഛനൊക്കെ തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. നമ്മൾ പാണ്ഡുവിനെ ആലുവയിൽ ഒരു ബോർഡിങ്ങിലാക്കിയിട്ടുണ്ടായി. തിരിച്ചു വന്ന വഴിക്ക് പാണ്ഡുവിനെ എടുത്തു. അത് കഴിഞ്ഞ് അവർ പോവാണ്. ഒരു ഊബർ വിളിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും കൂടി പോവാണ്. അപ്പോൾ പാണ്ഡുവിനാണെങ്കിൽ ഇങ്ങനെ കാറ് കാണുമ്പോൾ ഭയങ്കര വെപ്രാളമാണ് കാറിൽ കയറി പോവാനായിട്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പഴനി വീഡിയോ. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ. അപ്പോൾ ടാറ്റ. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാട്ടോ. ബൈ ബൈ.